എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇവിടെയും ഏട്ടന് ചെറിയ ഒരു ഷുഗറിൻ്റെ ഇതുണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വീഡിയോയിൽ. ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ അടുപ്പ് കത്തിക്കാൻ ആദ്യം തന്നെ ഞാൻ വെയിലാവണതിൻ്റെ മുന്നേ ഇവിടുന്നാണ്ട് കയറാം എന്ന് വിചാരിച്ചു. അപ്പോൾ തുണിയൊക്കെ ഒരുപാട് കഴുകാനും ഉണ്ട്. അപ്പോൾ അടുപ്പ് കത്തിച്ച് വെച്ചിട്ട് അപ്പോൾ ഞാൻ അടുത്ത് തന്നെ നിൽക്കുക കാരണം കൊണ്ട് തീ നോക്കാനും പറ്റും. പിന്നെ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് കുളിച്ചിട്ട് അങ്ങോട്ട് പോവാച്ചിട്ടാണ്. എത്ര നന്നായി എന്നാണ് വിചാരിക്കുന്നത് ഈ അടുപ്പ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ചോറും ചുക്കള്ളും മാത്രമാണെങ്കിലും അത് കത്തിച്ച് വെക്കാമല്ലോ. പിന്നെ ഗ്യാസൊക്കെ വരാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടല്ലേ. ഇവിടെ ഗ്യാസ് വണ്ടി വരണമൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമൊന്നും കാണില്ല. എന്നാലും ബുക്ക് ചെയ്താൽ മുന്നത്തെ അത്ര വേഗം അങ്ങോട്ട് കിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഗ്യാസിൻ്റെ ഒരു സിലിണ്ടർ ഇറക്കി വെച്ചിരുന്നു കേട്ടോ. എന്നാലും ഇത് ഇപ്പം നന്നായി എന്ന് തോന്നുകയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ അടുപ്പ് നമ്മളെ തിരിച്ചു വരാൻ വേണ്ടി മാടി വിളിക്കണം എന്ന് തോന്നുകയാണ്. അപ്പോൾ എന്തായാലും അതിൽ ഇനി തുടരാൻ തന്നെയാണ് വിചാരിക്കുന്നത് കുറച്ച് ദിവസം. അപ്പോൾ ഞാൻ ചോറ് ഇപ്പോൾ വെള്ളമാണല്ലോ അധികം വേണ്ടത്, വെയിലല്ല. അപ്പോൾ നല്ല വെള്ളം കുടിക്കും. ചോറ് പിന്നെ മറ്റേതിൽ വെക്കാമെന്നേലും വിചാരിക്കാം. അപ്പോൾ എന്തായാലും അടുപ്പ് ഉപയോഗിച്ചത് വളരെ നന്നായി എന്ന് തോന്നുകയാണ്. ഇടയ്ക്ക് ഒരു മടങ്ങി വരവൊക്കെ നല്ലതല്ലേ. പിന്നെ ഞാൻ എന്നും അമ്മയല്ലേ എല്ലാം ചെയ്യണം. അമ്മ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് റെസ്റ്റ് ഇല്ലാതെ പണിയാണ്. അപ്പോൾ ഞാൻ തന്നെ അമ്മ എണീറ്റ് വരണതിൻ്റെ മുമ്പ് മുറ്റമൊക്കെ അടിച്ച് വെക്കും. ഇല്ലെങ്കിൽ അമ്മ കണ്ടാൽ പിന്നെ അമ്മ അത് ചെയ്യും. ഞാൻ തന്നെ വേഗം മുറ്റമൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. മുറ്റമൊക്കെ അടിക്കുകയാണ്. വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതേ അമ്മയൊക്കെ എണീറ്റ് വന്ന് പല്ലൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൂച്ച, കാക്ക, പക്ഷികൾ, നായ്ക്കൾ എല്ലാവരും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പുറത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായി ഒന്നും തിരിക്കുന്നില്ലല്ലോ. ഒരാഴ്ചയോളമായി ഒന്നും തിരിക്കുന്നില്ല, കഴുകുന്നതൊക്കെ. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് തിരിച്ചാലോ എന്ന് വിചാരിച്ചു. തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഒന്ന് തിരിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പിന്നെ നിറയെ പട്ടൊക്കെ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഈ അടുപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുറേ വിറകും ആവശ്യമുണ്ട് ഇനി. അപ്പോൾ തുണിയാണെങ്കിൽ ഒരുപാട് കഴുകാനുണ്ട് കേട്ടോ. ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ല. വാഷിംഗ് മെഷീൻ വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീട്ടുജോലിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് ഈ തുണി കഴുകലാണ് കേട്ടോ. അത് വേണമെങ്കിൽ ഞാനൊരു 1 മണി വരെ വേണമെങ്കിൽ ഞാൻ ഈ കല്ലിൻ്റെ മുകളിൽ നിന്ന് തുണികൾ കഴുകും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ തുണി കഴുകൽ. അപ്പം അമ്മ പറയുന്നുണ്ട് ഞാൻ പിന്നീട് ചെയ്തുകൊണ്ട് ഈ കുളിച്ച് വന്നോന്ന്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ തന്നെ അത് കുറച്ച് കഴുകിയിടാമെന്ന് വിചാരിച്ചു. പിന്നെ ബാഗൊക്കെ ഉണ്ടായിരുന്നു, തുണി കൊണ്ടുപോയ ബാഗ്. അതൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ കഴുകിയിട്ടു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു വീട്ടിലെ ജോലി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. അടിക്കുക, തുടക്കുക, അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ചെയ്യാതല്ലേ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നേ ഉള്ളൂ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം, തുണികളൊക്കെ കഴുകുക എന്നുള്ളത്. അപ്പം അതിങ്ങനെ എല്ലാ തുണിയും കഴുകുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ ചോറിൻ്റെ പരിപാടിയും നടക്കുന്നുണ്ട്. ചുക്കുവെള്ളം ചോറൊക്കെ ഞാൻ അടുപ്പ് ഇങ്ങനെ കത്തിച്ച് അതും നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുറ്റമൊക്കെ അടിച്ചിരുന്നു. 8:30 ഏട്ടന് ഭക്ഷണം കൊടുക്കണം. ഇനിയിപ്പോൾ ഷുഗർ ഉള്ളത് കൊണ്ട് ഒരു സമയം വെച്ച് ഭക്ഷണം കഴിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. മരുന്നിനേക്കാൾ അത് ഗുണം ചെയ്യുന്ന പറഞ്ഞ്. അപ്പോൾ വ്യായാമം സമയത്ത് ഭക്ഷണം. അപ്പോൾ ഇങ്ങനെ 8:30 ഭക്ഷണം കൊടുക്കണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് വേസ്റ്റ് ഭക്ഷണം ബാക്കിയുള്ളതൊക്കെ ഒന്ന് കളയണം. പിന്നെ അടുപ്പിൽ നിന്ന് ഞാൻ വെണ്ണൂറൊക്കെ കോരി വെച്ചിട്ടുണ്ട്, അതും ഒന്ന് കൊണ്ടുപോയി കളയണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തോന്നി ഇനിയിപ്പോൾ എന്തായാലും ആകെ അങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ തോന്നി ഇനിയിപ്പോൾ മോട്ടർ ഇട്ടിട്ട് ഞാൻ ഒന്ന് തിരിച്ചിട്ട് അങ്ങോട്ട് ആത്തിക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോട്ടർ ഇട്ടിട്ടുണ്ട്. തെങ്ങിൻ്റെ ചുവട്ടിലേക്കൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ നേരണ്ട. ഒരു കുറച്ച് നേരം ഒന്ന് തെങ്ങിലേക്ക് വെള്ളം വേണമല്ലോ. കഴുകൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കും. മറ്റേ ഞാൻ ഒന്നിട്ടിട്ട് തിരക്കാണെങ്കിൽ ഞാൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുകയോ. വൈകുന്നേരമൊക്കെ തിരിക്കണമെന്ന് വെച്ചാൽ പിന്നെ ഞാനിങ്ങനെ പിടിച്ച് തന്നെ നിൽക്കും. തെങ്ങിൻ്റെ ചുവട്ടിലും കഴുങ്ങിൻ്റെ ചുവട്ടിലും ഒരേപോലെ പിടിച്ച് നിൽക്കും. അപ്പോൾ കുറച്ച് പട്ടകളൊക്കെ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. നാളികേരം ഒന്ന് പൊളിച്ച് ചട്നി അരയ്ക്കണം. ഇന്ന് രാവിലെ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒരു തേങ്ങ പൊളിച്ച് ചിരകി അരയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതേപോലെ 1-2 പട്ട അങ്ങനെ വെട്ടി എടുക്കുന്നുണ്ട്. എന്തായാലും 8:30
ഞാൻ കുളിയും കഴിഞ്ഞ് വീടിൻ്റെ ബാക്കിലെ ഭാഗമൊക്കെ ഒന്ന് തിരിച്ച് വന്നു. ചട്നി അരക്കലും ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞു, അമ്മ പൊക്കോളൂ, കുളിച്ചോളൂ, ഞാൻ തന്നെ ദോശ ഉണ്ടാക്കിക്കൊണ്ടുവന്ന്. അപ്പം ഇനി അവൾക്ക് തിങ്കളാഴ്ചയാണ് എക്സാമുള്ളൂ. അപ്പം എന്നാൽ നീ ദോശ ഉണ്ടാക്കിക്കോ, ഞാൻ ചട്നി അരച്ചിട്ട് വേഗം കുളിച്ച് വന്നിട്ട് പിന്നെ അച്ഛന് ഭക്ഷണം കൊടുക്കേണ്ട സമയമാവും. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അമ്മമ്മേനെ ഇന്ന് ഒന്നിനും വിളിക്കരുത്, അമ്മമ്മ റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇടയ്ക്ക് വരുന്നുണ്ട്. അമ്മമ്മയ്ക്കും ഗുളികയൊക്കെ കഴിക്കാനുള്ളത് തന്നെയാണ്, ഒക്കെ പ്രായമായിരുന്നു. അപ്പോൾ അമ്മമ്മയ്ക്കും വയ്യാത്തതല്ലേ. ഇത്രയും ദിവസം തന്നെ അമ്മ ഉണ്ടായത് എത്രയോ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. പിന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അമ്മോടൊന്ന് കിച്ചണിലേക്ക് കയറി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോള് ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഏട്ടന് ചായ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പാല് തിളപ്പിച്ച് അങ്ങനെ കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ്റെ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ഞങ്ങളും ഭക്ഷണം കഴിച്ചു കേട്ടോ. ഈ ഗ്യാസിൻ്റെ ഇതാണെങ്കിൽ കത്തണേ ഇല്ല, തീപ്പെട്ടി ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് വാങ്ങിക്കാൻ പോകണം. കുറച്ച് ദിവസമായി അതിങ്ങനെ കേട് വന്നിട്ട്. എപ്പോഴെപ്പോഴും തീപ്പെട്ടി എടുത്തെടുത്ത് ബുദ്ധിമുട്ടല്ലേ, ഒന്ന് കത്തിക്കുക അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. അപ്പോൾ ഞാൻ അതൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏട്ടന് പാല് പഞ്ചസാര ഇടാതെ വെറുതെ പാലൊന്ന് കൊടുക്കുക. ദോശയും ചട്നിയും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ. അപ്പോൾ ഏട്ടന് ആദ്യം കഴിക്കാൻ കൊടുത്തു. പിന്നെ ഞങ്ങൾ മൂന്നാളും ഭക്ഷണം കഴിച്ചു. പിന്നെ കുറച്ച് ക്യാരറ്റ് ഉള്ളതൊക്കെ ഇത് ഇന്നലെ കൊടുന്ന് വെച്ചു. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ജ്യൂസൊക്കെ അടിച്ച് ഏട്ടന് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അമ്മമ്മ വന്ന് എല്ലാവർക്കും ഭക്ഷണം ആയില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് മോൾ തന്നെ അമ്മമ്മേനെ മടക്കി അയച്ചു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ കുറച്ച് തുണി കഴുകലും ഒരു സൈഡ് തിരിക്കലും 8:30 സമയത്ത് ഭക്ഷണമൊക്കെ റെഡിയായി. പിന്നെ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. നിങ്ങളും അവിടെ സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവരവരുടെ ഹെൽത്താണ് മുഖ്യം. അപ്പോൾ അതൊക്കെ നോക്കാതെ മോള് പഞ്ചസാര പാത്രം കൊട്ടിയിട്ടാണ് പഞ്ചസാര ഉണ്ട്. കുറച്ച് പഞ്ചസാര അതിലുള്ള ബാക്കി ഞാൻ ഒഴിച്ചങ്ങോട്ട് വെച്ചിരുന്നു. അപ്പോൾ അവളോട് പറയുന്നുണ്ട്, ഇങ്ങനെ പഞ്ചസാര ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അവൾ ചായ കുടിക്കില്ല, എപ്പോഴെങ്കിലും കുടിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ മധുരം ഇട്ടിട്ടേ ഇടുള്ളൂ. അതാണ് ഇത്ര അവൾ ചായ ഒഴിവാക്കുന്നത്. അവൾക്ക് മധുരം അധികം വേണം എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ചായ കുടിക്കാത്തതെന്നാണ് പറയുന്നത്. അത് നന്നായി. എന്തായാലും ഷുഗർ എന്ന് പറയുമ്പോൾ പ്രായമൊന്നുമില്ലല്ലോ, എപ്പോഴും കുട്ടികൾക്കായാലും വരും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം